ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഇതുവരേക്കും ചെയ്യാത്തൊരു വീഡിയോ ആണ്. എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതിന് വലിയ താല്പര്യമില്ല. പക്ഷേ ആദ്യം എന്താണെന്ന് പറയാം. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ 2 ദിവസം മുമ്പാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ്സിൽ കുറേ നല്ലതുണ്ട്, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളൊരു യൂട്യൂബറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും കമൻറ്റ്സിൽ. നമ്മളതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ കമൻറ്റ്സ് വരാൻ പാടില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തും കമൻറ്റ് ഇടാം. എനിക്ക് ഇഷ്ടപ്പെടാത്താണെങ്കിൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം ആ കമൻറ്റ്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ എന്താണെന്നുള്ളത് അറിയുന്നില്ല. ഒന്നത്. രണ്ടാമതായിട്ട് നമ്മളിൽ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും ഒരേപോലെ ആണെന്നില്ല. എല്ലാവർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. ചിലർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം ഈ പറയുന്നതൊക്കെ ചിലപ്പം 100-ൽ ഒരു 5-10 ആൾക്കാരായിരിക്കും. ബാക്കി 90 പേരും എനിക്ക് സപ്പോർട്ടുണ്ട്. അതാണ് എനിക്ക് വലിയ സന്തോഷം. പക്ഷെ എന്നാലും ആ ഒരു 100-ൽ 10 പേർക്കെങ്കിലും ഞാൻ ആ റിപ്ലൈന് മറുപടി ആ കമൻസിനുള്ള മറുപടി കൊടുക്കണ്ടേ. ഞാനതിൽ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. കുറച്ച് പേർക്ക് കൊടുത്തു. പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. കാരണം ഇതുവരെയൊക്കെ ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ വീഡിയോ. ഒരു നെഗറ്റീവ് കമൻസിനുള്ള റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് വേണ്ട. ഞാൻ കാരണം ആരെയും വേദനിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആദ്യം തന്നെ പറയാം, ഈ നെഗറ്റീവ് കമൻസിനുള്ള റിപ്ലൈ ഞാനിപ്പോൾ തരുന്നത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് കൂടി നിങ്ങളെ അറിയിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടാണ്ട് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കമൻസിൽ ഈ വീഡിയോക്ക് താഴെയുള്ള കമൻസിൽ എനിക്ക് മാത്രമല്ല ഇഷ്യൂ വരുത്തുന്നത്, വേറെ പലർക്കും ഇഷ്യൂ വരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കമൻസും ഞാൻ വായിക്കാം. അതിനുള്ള റിപ്ലൈ ഞാൻ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാം, മോശം രീതിയിലെടുക്കാം. മോശം രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വേദന അല്ലെങ്കിൽ സങ്കടം വരുന്നുണ്ടെങ്കിൽ സോറി, ആദ്യം തന്നെ പറയാം. പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് പറയണമല്ലോ. അതുകൊണ്ട് നമുക്ക് ആ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞു, നല്ല കമൻസും ഉണ്ട്, മോശം കമൻസ് ഉണ്ട്. നല്ല കമൻസ്, അതായത് എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് സന്തോഷം, താങ്ക് യു. എന്നും എൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാവും. ഇൻഷാ അല്ലാ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ എന്തായാലും നമുക്കൊരു സന്തോഷം. നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുകയാണെങ്കിൽ ആ ആളുടെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ, അവർക്ക് നല്ലത് വരട്ടെ എന്ന്. ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പം മോശം കമൻസ് ഇട്ടവർക്ക് ഞാൻ മോശമായിട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല, ഞാൻ അത് വിചാരിക്കേണ്ട. എന്തായാലും നമുക്ക് ആദ്യത്തെ കമൻറ്റ് വായിക്കാം കേട്ടോ. സൽമ ഫൈസലാണ് ആദ്യം കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ആയിഷ UAE കുക്കിംഗ് വീഡിയോ നല്ല ഉഷാറായിട്ട് ഇട്ടിരുന്നല്ലോ. ഇവിടെ ആയപ്പോഴും ബിസിയായി, കൂടെ കുറച്ച് മടിയുമുണ്ട്. ഫുൾ സപ്പോർട്ട്, എല്ലാ വീഡിയോസും ഇടണം. ഇവർ നല്ല രീതിയിലാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവരെ ഒരിക്കലും മോശം പറയൂല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. UAE ഇവിടുന്ന് ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്. ഒന്നാമത് എന്താ പറയുക, കുറേ യൂട്യൂബേഴ്സ് ഇല്ലേ. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കുക്കിംഗ് അറിയാം. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ അതിന് റീച്ച് കിട്ടുന്നില്ല. ആ കുക്കിങ്ങിൻ്റെ ഭാഗം ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് കാണാൻ ഇഷ്ടമുള്ളത് നമ്മുടെ ഒരു ഡെയിലി വ്ളോഗ്സൊക്കെയാണ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കുക്കിംഗ് ഇല്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതെല്ലാവർക്കും എന്താ പറയുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നല്ലേ. അതായത് നമ്മൾ വീട്ടിൽ ഭക്ഷണം ഇല്ലാണ്ട് പറ്റില്ലല്ലോ, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ മക്കളാണെങ്കിലും ഭക്ഷണം ഇല്ലാണ്ട് പറ്റില്ല. മക്കൾക്കാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും നമ്മളൊക്കെ ഒരു ഫുഡി ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നത് തന്നെയാണ്, ഉണ്ടാക്കുന്നുമുണ്ട്. എപ്പോഴും പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും ചില സിറ്റുവേഷൻസിലാണല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ചിക്കനും ഫിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും വീഡിയോ എടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ വീഡിയോ എടുക്കുന്നില്ല. അത് വെച്ചിട്ട് എന്നും ചിക്കനും ഫിഷും മട്ടനും ഒക്കെ ആണെന്ന് വിചാരിക്കുന്നത് എൻ്റെ തെറ്റല്ല, നിങ്ങൾ തെറ്റാണ്. വിചാരിക്കുന്നവരുടെ തെറ്റാണ് ഒന്നത്. പിന്നെ കുക്കിംഗ് വീഡിയോസിൽ അതിന് കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോഴും പലർക്കും ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല. ഇവിടെ നാട്ടിൽ എനിക്ക് മടി എന്നുള്ള വാക്ക് ഇല്ല. കാരണം മടിയായിട്ടല്ല ഞാൻ
കുക്കിംഗ് വീഡിയോസ് ഇടാത്തതും അല്ലെങ്കിൽ ഭക്ഷണം വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് എന്നുള്ളത്. അത് ഒരു പണി ഇല്ലായിട്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മടിയല്ല, പണിയെടുത്ത് കുഴങ്ങിയിട്ടുള്ളൊരു മടി ഉണ്ടാവില്ലേ, ഇന്ന് വയ്യ ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ എന്ന്. കാരണം സത്യം പറയുകയാണെങ്കിൽ ഡെയിലി എനിക്കൊരു 3-4 മണിക്കൂറേ ഉറങ്ങാനുള്ള സമയം കിട്ടുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എത്ര പേരുണ്ട് നമ്മുടെ വ്യൂവേഴ്സിൽ? കൂടി ഞാൻ ശരിക്കും ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പണ്ടൊക്കെ ഞാൻ എന്താ പറയുക ഉറങ്ങി തീർക്കാറെന്ന് പറയും യു എയിലൊക്കെ, ജോലി ഇല്ലാത്ത സമയത്ത് കേട്ടോ. അപ്പം ജോലി ആയപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുത്ത ഒരു കമൻറ്റിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്ന ഈ ഒരു കമൻറ്റിലുള്ള മറുപടി. ഇവർ നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. കമൻറ്റ്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ മടി കാരണോ അല്ലെങ്കിൽ കുക്കിങ്ങിനോട് ഇഷ്ടമില്ലായിട്ടല്ല, കുക്കിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. കൂടാണ്ട് ചില ദിവസങ്ങൾ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് മടി കാരണമല്ല, സമയമില്ലായിട്ടാണ്. കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ നമുക്ക് കറക്റ്റ് സമയത്ത് പോസ്റ്റിംഗ് സമയമൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് ഇടുന്ന സമയത്ത് ഇവിടെ മക്കൾ ഫുഡ് വേണമെന്ന് പറയും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ചെയ്യുന്നതാണ്. ഒരു ദിവസം 24 മണിക്കൂർ എനിക്ക് തികയാണ്ട് ആയിട്ടുണ്ട് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ. അത് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രാരാബ്ദങ്ങൾ പറയണ്ടല്ലോ. എന്നാലും നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ വീടിൻ്റെ കാർ പോർച്ചാണ്. അപ്പോൾ ആ കാർ പോർച്ച് എന്തിനാണ് നിങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചെന്നാണ് എല്ലാവരുടെയും പ്രശ്നം. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരേക്കും അങ്ങനെ ആരും വേദനിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആരെയും മുഖത്ത് നോക്കിയിട്ട് ഒരാളുടെ കുറ്റം മുഖത്ത് നോക്കി പറയാൻ പാടില്ല. അത് കുറേ ആൾക്കാർക്ക് അറിയാം, പക്ഷേ ഇവിടെ ഇപ്പോൾ കമൻ്റ് ഇട്ട കുറേ ആൾക്കാർക്ക് അറിയില്ല. കാരണം നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഇസ്ലാമിലുണ്ട്. ഇപ്പോൾ എന്നോട് ഒരാൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ചോദിക്കുകയാണ്, അവർ ഇഷ്ടത്തോടെ വന്ന് ചോദിക്കുകയാണ് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നല്ല ഡ്രസ്സല്ലേ, കൊള്ളാലോ എന്ന് ചോദിച്ചിട്ട്. മീൻസ് അത് അവർ വാങ്ങിച്ച ഡ്രസ്സാണ്, കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എന്നേ ഞാൻ പറയാറുള്ളൂ. അത് ആ ഡ്രസ്സ് ഭയങ്കര ബോറാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം അവരെ അതുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. പക്ഷെ അവർക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിതുവരെ അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, എക്സെപ്റ്റ് എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ഹസ്ബൻഡ്, മക്കൾ, അവരോട്. കാരണം അവരോട് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് എടുക്കാൻ പറ്റും. പക്ഷെ പുറത്തുള്ള ഒരാളോട് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയരുത്. കാരണം നമ്മൾ അത്രയും ആശിച്ച് മോഹിച്ച് വാങ്ങിക്കുന്ന സാധനം വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് സജഷൻ ചോദിക്കാം. എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം, കൊള്ളൂല വേറെ എടുത്തോളൂ എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് ഒരിക്കലും ആ വ്യക്തിക്ക്, നമ്മൾ പറയുന്ന ഒരു വ്യക്തിക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വേദന അവരോട് പൊറുക്കലിന് തേടേണ്ടി വരും. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ച് തരുന്നു, കുഴപ്പമില്ല. കാരണം അറിവില്ലായ്മ കൊണ്ട് ചിലക്കും അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ അങ്ങനെ എടുക്കുന്ന ടൈപ്പല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര മഹാബോറായി, നിങ്ങൾ ചെയ്ത വിഡ്ഢിത്തരമായിപ്പോയി, ആ കാർ പോർച്ച് അവിടെ വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് പറയരുത്. അത് എന്നോട് പറഞ്ഞത് ഓക്കെ, ഞാൻ അത് നിങ്ങൾക്ക് ക്ഷമിച്ച് തരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എനിക്കത് എന്നെ ബാധിക്കുന്നില്ല. കാരണം അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ കഴിഞ്ഞു പോയ ഞാനാണ്. എനിക്ക് ഈ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ സംഭവം എനിക്കിഷ്ടമായിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമായിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതിനപ്പുറം വേറെ ആളുടെ ഇഷ്ടം ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊരു പോയിൻ്റ്. ഈ ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞത് കേട്ടോ, നല്ല രസമുണ്ട് കേൾക്കാൻ. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പോർച്ച് മുന്നിൽ വേണ്ടായിരുന്നു, വീടിൻ്റെ ഭംഗി കിട്ടുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇർഫാൻ ഓക്കെ, അതിന് 40 ലൈക്കുണ്ട് കേട്ടോ. അപ്പോൾ 40 പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഞാനിപ്പോൾ തന്നു. പോർച്ച് വെക്കാനുള്ള കാരണം ഞാൻ ആ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത് ഞങ്ങൾ 5 വർഷം മുമ്പാണ് ഞങ്ങൾ ആ വീട് പണിതത്.
സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്നത്തെ പ്ലാൻ അനുസരിച്ചിട്ടുള്ള വീടാണെങ്കിൽ ഇപ്പം 5 വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നു നമ്മുടെ വീടിന്. അന്ന് ഹൗസ് വാമിങ് കഴിയേണ്ട വീടായിരുന്നു. 1 വർഷം, ഒരു 4 വർഷം മുമ്പെങ്കിലും നമ്മുടെ ഹൗസ് വാമിങ് കഴിയേണ്ടതായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ഇക്കാക്ക് അസുഖം വന്നതും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് നമ്മൾ 5 വർഷത്തേക്ക് അത് ഡിലേ ആയി. അപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ പ്ലാനൊക്കെ കുറച്ചൊന്ന് മാറി. അതായത് അന്നത്തെ ആ വീട് ഇപ്പം നമ്മൾ ഹൗസ് വാമിങ് വെക്കുകയാണെങ്കിൽ വീട് പണ്ടത്തെ ഒരു 5 വർഷം മുമ്പ് പഴക്കമുള്ളൊരു വീടായിരിക്കും, പുതിയ വീടായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വൈസ് മാറ്റിയതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആർക്കിടെക്റ്റ് ചെയ്തത്. ആ ഒരു എക്സ്റ്റീരിയർ മൂപ്പര് കൊണ്ടുവന്ന് തന്നപ്പോൾ തന്നെ ആ വീടിൻ്റെ ഫൈനൽ ലുക്ക് എൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല, കാരണം അഭിപ്രായങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വീടിൻ്റെ ഈ ഒരു കാർ പോർച്ച് വന്നപ്പോൾ ഉള്ള ഫൈനൽ ലുക്ക്, ആ ഒരു എക്സ്റ്റീരിയർ വൈസ് ആ വീടിനെ തന്നെ മൊത്തത്തിൽ മാറ്റി. പണ്ടത്തെ അതൊക്കെ ഞാൻ വീട് പണി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അതുവരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, കാരണം ഇപ്പം ഞാൻ ഷെയർ ചെയ്യില്ല. എന്നിട്ട് നിങ്ങൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എടുക്കണോ വേണ്ടതെന്നുള്ളത് ഞാൻ നോക്കിയാൽ മതിയല്ലോ. പക്ഷേ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പം ആ എക്സ്റ്റീരിയർ അങ്ങനെ ആക്കിയപ്പോഴാണ്, ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ ആക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ മാറ്റമില്ലല്ലോ. അപ്പം ആ എക്സ്റ്റീരിയർ നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തോന്നൽ വന്നിട്ടുണ്ടാവാം. ആ ഇർഫാൻ എന്ന് പറഞ്ഞിട്ട് വ്യക്തി തന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു കമൻറ്റ് കൊടുത്തിരിക്കണം, ഞങ്ങൾക്ക് കുഴപ്പമില്ല, എന്നും കാണാൻ ഞങ്ങൾ റെഡിയാണ്, വീട് പണി. അതും സന്തോഷമുള്ള കാര്യമാണ്. നല്ല കമൻസാണ് രണ്ടും. ഞാൻ രണ്ടും നെഗറ്റീവ് രീതിയിൽ ഒട്ടും തന്നെ എടുത്തിട്ടില്ല. നല്ലപോലെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ വീടാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും, അത്ര തന്നെ. പക്ഷേ കാര്യം പറഞ്ഞു, കാർ പോർച്ച് വേണ്ടായിരുന്നു എന്നൊരു തോന്നുന്നു. അത് സ്വാഭാവികം, എല്ലാവർക്കും അങ്ങനെ തോന്നുമല്ലോ. ഓക്കെ, താങ്ക് യു. പിന്നെ അൽഫോൺസ കുഞ്ഞിയിൽ 8482 അതാണ് പേര്. നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ഭംഗിയും ആ കാർ പോർച്ച് കൊണ്ടുപോയി. 36 ലൈക്ക് ഉണ്ട്. ഈ അൽഫോൺസ അവർ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളാണ്. അവർ അങ്ങനെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ തുറന്ന് പറഞ്ഞു, അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ. കാർ പോർച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇൻഷാല്ലാ വീട് പണി കഴിയുമ്പോൾ നിങ്ങൾ ഈ അഭിപ്രായം തന്നെയാണെങ്കിൽ നിങ്ങൾക്കപ്പം ഈ അഭിപ്രായം ഷെയർ ചെയ്യാം. എന്തായാലും അത് എനിക്കിപ്പം അടിപൊളിയാവും എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ ഞങ്ങൾക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വീടിൻ്റെ എക്സ്റ്റീരിയർ വൈസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ ആ കാർ പോർച്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾക്ക് ഒരു മറവുണ്ടാവും. അതായത് ഞങ്ങൾക്ക് ഫാമിലി ഒരു ലിവിങ്, അതായത് പുല്ലൊക്കെ വെച്ചിട്ട് ലോണൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്, കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയ. നേരെ നമ്മൾ അവിടെ ഒരു മറവും ഇല്ലാണ്ട് വെക്കുമ്പോൾ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. എനിക്ക് അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഞാൻ നൈറ്റിയൊക്കെ ഇട്ടിട്ട്, ഞാൻ എപ്പോഴും ഫുൾ സ്ലീവ് ഡ്രസ്സും ഷോളൊക്കെ ഇട്ടിട്ട് നമ്മൾ വീഡിയോക്ക് മുമ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നടക്കുന്നത് ഇങ്ങനെയല്ല. ഞാൻ ടീഷർട്ടും പാൻസും ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ മറവിൽ നടക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു പ്രൈവസിയും കൂടി നമ്മൾ നോക്കണമല്ലോ, നമ്മളെ വീടല്ലേ. അപ്പം നമുക്ക് എപ്പോഴും ഇനിയിപ്പം നൈറ്റി ഇട്ടിട്ടും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനല്ല അവിടെ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം കൂടി നോക്കണമല്ലോ. എനിക്കൊരു മറവ് വേണം, മാസ്റ്റർ ബെഡ്റൂമുക്കും മറവ് വേണം. അതുപോലെ ഞങ്ങൾക്ക് ബാക്കിൽ അവിടെ യൂസ് ചെയ്യുമ്പം ബാക്കിൽ നമ്മൾ വീടിൻ്റെ കിച്ചൻ്റെ സൈഡാണ് അവിടെ. അപ്പം നേരെ റോഡിൽ നിന്ന് ആ ഒരു നമ്മൾ എന്താ പറയുക, ഈ ഒരു ഡ്രസ്സിൽ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു മറവ് വെച്ചു. അത് കാർ പോർച്ചാണ് അവിടെ വന്നത്. ARSEZZ 7080 അവർ പറഞ്ഞത്, സത്യം പറയാലോ, ആ വീടിൻ്റെ മുന്നിൽ കാർ പോർച്ച് വന്നത് വീടിൻ്റെ മൊത്തം ഭംഗി നശിപ്പിച്ച് കളഞ്ഞു. 71 ലൈക്കാണ്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ എനിക്ക് എനിക്ക് സങ്കടമൊന്നുമില്ല, ഒരു ദേഷ്യവുമില്ല, സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ വീടിന് കണ്ണെട്ടൂലല്ലോ. നമുക്ക് ഭയങ്കര ഭംഗി എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ, അല്ല ഇനിയിപ്പം വീട് പണി കഴിയൂലേ, എല്ലാവരും കൂടി കണ്ണ് വെച്ചോ അങ്ങനെയൊക്കെ വിചാരിക്കൂലേ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര മീൻസ് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ ബാധിക്കുന്ന കാര്യം ഇവിടെ വരുന്നുണ്ട്, എന്നെയല്ല മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യം. അത് ഞാൻ കമൻറ്റ് വായിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പം അതുകൊണ്ട് ആണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒരു മറുപടി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ കാർ പോർച്ചിൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ സൂസൂസ എന്തോലെ പറഞ്ഞാലും വീടിൻ്റെ ഫിഗർ പോയി, അതിന് 26 ലൈക്ക് ഉണ്ട്. പിന്നെ സഹറ അമ്പല്ലൂർ, പുതിയ വീടിൻ്റെ അപ്ഡേഷൻ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് മോളേന്ന്. സത്യം,
എനിക്ക് അങ്ങനെ ചില ഉമ്മമാരുണ്ട് മോളേന്ന് വിളിച്ചിട്ടാണ് ഇവർ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സഹറ അമ്പല്ലു എന്ന് പറഞ്ഞിട്ടുള്ളവർ. ഒരു ഈ നെഗറ്റീവ്സിൻ്റെ ഇടയിലും പോസിറ്റീവ്സ് കാണുന്നത് ഇങ്ങനെ അത്രയും മോളേന്നൊക്കെ വിളിച്ചിട്ട് പറയുമ്പോൾ സന്തോഷം. ഇവർ ഒരു കമൻറ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. മോളെ നിങ്ങളുടെ വഴി ഇവർ തന്നെ കേട്ടോ, നിങ്ങളുടെ വഴി പോർച്ചിൻ്റെ അവിടെ നിന്ന് നേരെ എടുക്കാൻ പറ്റില്ലേ റോട്ടിലോട്ട്, എങ്കിൽ നല്ല ലുക്കായേനെ. യെസ്, അത് നല്ലൊരു പോയിൻ്റാണ് ചോദിച്ചത്. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള പറമ്പ് ഞങ്ങളുടേതല്ല. അതൊരു പോയിൻ്റാണ്. അപ്പം നമുക്കുള്ള പറമ്പിൽ കൂടെ അല്ലേ നമുക്ക് വഴി എടുക്കാൻ പറ്റുള്ളൂ, ഒന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൂടെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇറക്കമാണ്. ഇത് ഒരു നല്ലൊരു സ്ലാൻഡിങ് ഇല്ല. അത് എങ്ങനെ ഇപ്പോൾ പറയാം, അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്ക് ആ ചുറ്റിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ളൊക്കെ നമ്മളെ പറമ്പാണ്, പക്ഷേ സൈഡിലുള്ളത് നമ്മളതല്ല. അപ്പോൾ നമുക്ക് അതിലൂടെ എടുക്കണമെങ്കിൽ അവിടെ ഒരു വഴിയുണ്ട്, അത് നീട്ടണം, കുറേ പണിയാണ്. അപ്പോൾ നമ്മളങ്ങനെ പണിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതല്ലേ. പിന്നെ അതുമല്ല, അതിലൂടെ ആകുമ്പോൾ കാക്കൻ്റെ വീട് ഇവിടെ അടുത്താണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീടാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ളത്. അവരെ വീട്ടിലൂടെയുള്ള വഴിയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ബ്രദേഴ്സ് അല്ലേ, രണ്ടിലോട്ടും ഒരു വഴിയാണ് വേണ്ടത്. ഞങ്ങൾ അപ്പുറത്ത് കൂടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ വഴി ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങൾ ഈ ബ്രദറിൻ്റെ വീട്ടിലോട്ട് കുറേ വളഞ്ഞ് തിരിഞ്ഞ് പോകേണ്ടി വരും. അപ്പം നമ്മൾക്കൊരു റിലേഷനും കൂടി കീപ്പ് ചെയ്യുന്നതും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. ഇതിന് ഒരു കേടും നമുക്ക് തോന്നിയില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടമായി മോളേന്ന് വിളിച്ചപ്പോഴൊക്കെ ഒരു ബന്ധം, ഒരു ആത്മബന്ധമുള്ള പോലെ തോന്നുന്നു. അടുത്തത് സൈനബ് 53. ഇവരുടെ ഈ ഒരു ചോദ്യം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ചോദ്യം വായിക്കാം. നാം ഓരോന്ന് വിചാരിക്കുന്നു, റബ്ബ് ഓരോന്ന് നടപ്പാക്കുന്നു. എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതെനിക്ക് ചെറുതായിട്ടൊരു ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ട്. അതായത് ഇവരോടൊരു സഹതാപം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഇങ്ങനെ ഒരാളോട് പറയാൻ പാടില്ല. മനസ്സിലുണ്ടായിക്കോട്ടെ, പക്ഷെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുമ്പോൾ പഠിച്ചോ, ശരിയാണ്, നാം ഓരോന്ന് വിചാരിക്കുന്നു, റബ്ബ് ഓരോന്ന് വിചാരിക്കുന്നു. റബ്ബ് എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിചാരിച്ചുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, മറ്റുള്ളവരെങ്ങനെ വേദനിപ്പിക്കുമ്പോൾ. അപ്പോൾ എന്നോട് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പം അവരവരുടെ വീട്ടിലുള്ളവരോട് എത്ര പറയുന്നുണ്ടാവും. അപ്പം ദയവായിട്ട് അങ്ങനെ പറയാണ്ടിരിക്കുക, മറ്റുള്ളവരങ്ങനെ വേദനിപ്പിക്കാണ്ടിരിക്കുക. എന്താണ് മറ്റുള്ളവരുടെ സിറ്റുവേഷൻ നമുക്കറിയില്ല. അപ്പോൾ കഴിവതും വായ മൂടിക്കെട്ടുക, എന്താണെങ്കിലും ഉണ്ടായിരിക്കുക. അതിലേക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മോട്ടിവേഷൻ ചെയ്യാനൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് അടങ്ങിയിരുന്നാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. മീൻസ് വീഡിയോയിലുള്ള കമൻസ് അല്ല കേട്ടോ, പുറത്തുനിന്ന് ചില ആൾക്കാർ കാണുമ്പോൾ, ചില ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ ഇവരെന്താ ഇങ്ങനെയൊക്കെ, ഇവർക്ക് എന്താ മീൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം. ഇപ്പോൾ 20 മില്യൺ മീൻസ് 2 മില്യൺ ഫോളോവേഴ്സ് ഇല്ലേ എനിക്ക്. അതിൽ ചില ആൾക്കാരൊക്കെ എനിക്ക് കമൻസ് പേഴ്സണൽ മെസ്സേജ് ആക്കാറുണ്ട്. ആ മെസ്സേജ് ആക്കുന്നവരുടെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറയാലോ, ഇങ്ങനെയും ആൾക്കാരുണ്ടോ എന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ നല്ലത് ചെയ്യാറുണ്ട്, മെസ്സേജ് ആക്കാറുണ്ട്. ചില ആൾക്കാരുടെ സംസാരങ്ങളിൽ റബ്ബേ ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലോ, ഇങ്ങനെ മനസ്സുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. മോശം എന്നല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും അപ്പുറത്തെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഇത് കേൾക്കുന്നുണ്ട്. എനിക്കിപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, എൻ്റെ ഇക്കാൻ്റെ വീട്ടുകാർ പറയുന്നത് മാത്രം എനിക്ക് ഇഷ്യൂ ആക്കിയാൽ മതി. അതിനപ്പുറം ആൾക്കാർ പറയണത് എനിക്ക് ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്തിനാ വെറുതെ വേണ്ടാത്ത തലവേദനയൊക്കെ നോക്കിയെടുക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് അത് സങ്കടമാവും. ബാക്കി ആരും ചീത്ത പറഞ്ഞാൽ എനിക്ക് ഇഷ്യൂ ഇല്ലാത്ത പോലെയാണ്. അമ്മ ചീത്ത പറഞ്ഞാലും സങ്കടമാവും. അതിനപ്പുറം എനിക്ക് ആരുടെയും ഇഷ്യൂ അല്ല ഇപ്പോൾ. അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എന്നെ സങ്കടപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ കമൻ്റ് ഇടാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഒന്നും സങ്കടമാവുന്ന ടൈപ്പല്ല. ഇവരെന്നെ അടുത്തത്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും ബാക്കിൽ വീട് കെട്ടിയത് എന്തിനാ, മുമ്പിൽ കെട്ടാതെ എന്താന്ന്. ഇവരെന്നെ കേട്ടോ, സൈനബ്. ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ തറവാട് വീടായിരുന്നു. കാർ പോർച്ചില്ലേ അവിടെ, മനസ്സിലായി. ഇപ്പം ഉള്ള പുതിയ കാർ പോർച്ചില്ലേ അവിടെയാണ് തറവാട് വീട്. അപ്പം ഞങ്ങൾ ഇപ്പം 5 വർഷം മുമ്പ് ഞങ്ങൾ ആ തറവാട് വീട് പൊളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര വർഷം ഇപ്പം ഫ്ലാറ്റിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പം ഞങ്ങളുടെ തറവാട് വീട് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട് പണി നടക്കണം. അപ്പോൾ അതിന് ആ സൈഡിലോട്ട് തന്നെ ഞങ്ങൾക്ക് വീടുണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല.
അപ്പം ഒന്നുണ്ടെങ്കിലല്ലോ ഒന്ന്, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളിപ്പം ഇക്കാൻ്റെ അന്നെങ്ങാനും തറവാട് വീട് വിളിച്ചിട്ടാണ് ഈ വീട് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിലൊക്കെ വീടുമായിരുന്നു. പക്ഷേ അപ്പോഴാണ് വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് ഇക്കാക്ക് ട്രീറ്റ്മെൻറ്റ് ആയത് ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ. അപ്പോൾ ആ സർജറീൻ്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ കീമോൻ്റെ സമയത്തൊക്കെ ഈ വീട് പൊളിച്ചതായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ എത്ര നിൽക്കും ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം എല്ലാം നമ്മൾ അൽഹംദുലില്ലാ ഒക്കെ പഠിച്ചോണ്ട് ബർക്കത്തോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിച്ചതൊക്കെ നന്നായിട്ട് ഞങ്ങളിപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ അടുത്തല്ല ഞങ്ങൾ വീട് പൊളിച്ചത്, തറവാട് വീട് പൊളിച്ചത്. അല്ലെങ്കിൽ എത്ര കാലം ഞങ്ങൾ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ വീട് വെച്ച് താമസിക്കേണ്ടി വരും വാടക കൊടുത്തിട്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോ റീസൺ ഉണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് തറവാട് വീടായിരുന്നു ആ പൊസിഷനിൽ, അപ്പം അതുകൊണ്ടാണ് സൈഡിലോട്ടാക്കിയത്. എന്നിട്ട് ലാസ്റ്റ്ക്ക് ഇവിടെ പൊളിക്കാം, മുറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട് പൊളിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ വെച്ചത്. ജംഷീന തെക്കൻ പോർച്ച് മഹാബോർ ഒരു ലവ് ഇങ്ങനെ ക്രാക്ക് ചെയ്തിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. മറുപടി പറഞ്ഞല്ലോ നേരത്തെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതിന് 14 ലൈക്ക് ഉണ്ട്. ഈ ഒരു ചോദ്യം മക്കളെ. അത് അയച്ചിട്ടുള്ളത് നജ്മ കുനീൽ 3. നജ്മ കേട്ടോ. വെറുതെ അല്ല ആ മക്കൾ മെലിഞ്ഞ് ചാവാനായത്, മടിയൻ മല ചുമക്കും എന്നാണല്ലോ. ഇതിനുള്ള മറുപടി അത്യാവശ്യം പറയാനുണ്ട്. അതായത് ഒന്നാമത് ഇതിൽ എന്നെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, എൻ്റെ മക്കളെയാണ്. എൻ്റെ മക്കളെ പറ്റിയിട്ട് പറയേണ്ടത് എനിക്കിഷ്ടമല്ല. മീൻസ് എന്നെ നിങ്ങൾക്ക് പറയാം, ഹസ്ബൻഡിനും വേണമെങ്കിൽ പറഞ്ഞോളൂ. ഹസ്ബൻഡ് അങ്ങനെ ഇതാക്കില്ല എന്നാലും പറഞ്ഞാലും ചെറുതായിട്ട് ഇതാവും. പക്ഷെ മക്കൾ ഇതിലൊന്ന് ഇൻക്ലൂഡ് ആവാത്ത മക്കളെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊള്ളും. പക്ഷെ ഞാൻ വിട്ട് കളയുന്നു. ഇവർക്കുള്ളത് ഇവരും പഠിച്ചോനും കൂടി ആയിക്കോട്ടെ. എനിക്ക് വിഷമമായിട്ടുണ്ട് ഈ ഒരു കമൻറ്റിൽ കേട്ടോ. അത് ഇവരും പഠിച്ചോനും കൂടി ആയിക്കോട്ടെ, അവർക്കും മക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവർക്ക് എന്താണെന്നുള്ളത് അറിയൂല, എന്താണ് സംഭവം എന്നുള്ളത്. ഒന്നാമത് ആ വീഡിയോയിൽ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡ് ഉണ്ടാക്കി അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്ന് ഏത് അമ്മമാരാണ് തട്ടിക്കൂട്ടി ഫുഡ് ഉണ്ടാക്കാത്തത്? ഇവർ എല്ലാവരും വിചാരിക്കുന്നത് എല്ലാ വ്ളോഗേഴ്സും ഡെയിലി മറ്റേ ബിരിയാണിയും നെയ്ച്ചോറും അങ്ങനെ ചോറും കറികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അത് ആരെയും കുറ്റം പറയല്ല കേട്ടോ. അത് വീട്ടിൽ വേറെ ജോലികളൊന്നും ഇല്ലാണ്ട് വീട്ടമ്മമാർ ഉണ്ടാക്കുന്നുണ്ടാവും. എന്നും ചോറും കറിയും കൂട്ടാനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട്. അൽഹംദുലില്ലാ, അങ്ങനെ നല്ലതാണ്. അത് അവരുടെ ജോലി. അതായത് വീട്ടമ്മമാർ, അവർക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല. എന്നെപ്പോലെ എത്ര പേരുണ്ടാവും ഈ കാണുന്ന വ്യൂവേഴ്സിൽ? എൻ്റെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ വിചാരിക്കും ജോലിക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ടെന്ന്, അല്ലേ? ജോലിക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതുപോലെ ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? ജോലിക്ക് പോകുന്നതും ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും, ഹസ്ബൻഡിന് 3 ആഴ്ച കൂടുമ്പോൾ 2 ലക്ഷം രൂപയുടെ കീമോയും ഒക്കെ വരുന്നത് എത്ര പേരുണ്ടാവും? കൂടാണ്ട് മക്കൾ നാട്ടിൽ പഠിക്കുന്നത്, നല്ല സ്കൂളിൽ പഠിക്കുന്നത്, ഞങ്ങളുടെ ഈ ഒരു എക്സ്പെൻസ്, ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ഇൻകത്തിലൂടെ വേണം വരാൻ. ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴും എൻ്റെ ഫാമിലിയിലും ഇക്കാൻ്റെ ഫാമിലിയിലുള്ള പലർക്കും ഇതറിയില്ല. അറിയും, പക്ഷേ ഇതുവരേക്കും സത്യം പറയാലോ, ഇതുവരേക്കും ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ഞങ്ങൾ 1 രൂപ പോലും ഒരാളുടെ അടുത്ത് വാങ്ങിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, അത് വലിയ കാര്യമാണ്. ഞാൻ ആരോടും നമ്മൾ പറഞ്ഞിട്ടുമില്ല. അപ്പം ഈവൻ എൻ്റെ വീട്ടിൽ നിന്നോ ഇക്കാൻ്റെ വീട്ടിൽ നിന്നോ ഒരാളുടെ നിന്നും 1 രൂപ വാങ്ങിച്ചിട്ടില്ല. എല്ലാം നമ്മൾ തന്നെയാണ് എക്സ്പെൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും വലിയ ഹയറാണ്. എന്തുകൊണ്ട്? ഇത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്. ഞാൻ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇനിയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ചിലരൊക്കെ ഒരു ഫങ്ഷൻസിന് നമ്മളെ വിളിക്കും. അപ്പം എനിക്ക് വരാൻ പറ്റുന്നുണ്ട്. എനിക്കെന്താ വന്നാൽ ജോലിയൊന്നും ഇല്ലല്ലോ, ജോലിക്കൊന്നും പോകണില്ലല്ലോ, അങ്ങനെ എടുക്കുന്നത്. ശരിക്കും ഈ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെക്കാളും സ്ട്രെസ് ഉണ്ട് എനിക്ക്. കാരണം നമ്മൾ ചില പ്രൊമോഷൻസൊക്കെ ഏറ്റെടുക്കില്ലേ, അവർക്ക് ഇന്ന ദിവസം പോസ്റ്റ് ചെയ്യണം. അത് അവർക്ക് പല ആൾക്കാരോടും പറയുന്ന മീൻസ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അതിൻ്റെ മാർക്കറ്റിംഗ് ടീമായിരിക്കും. അതിൻ്റെ ഓണേഴ്സ് അവരെ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവരെ കൊണ്ട് ഇടിപ്പിക്കുമെന്ന്. അപ്പോൾ എനിക്ക് അത് ആ ദിവസം പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇഷ്യൂ ആണ്. അപ്പോൾ അത് എനിക്ക് എന്തൊക്കെ വന്നാലും, അന്ന് വീട്ടിൽ ഗസ്റ്റ് വന്നാലും എനിക്ക് ഇടണം. അപ്പോൾ ഞാൻ ചില ഗസ്റ്റ് വരുമ്പോൾ പറയും, അയ്യോ ഇപ്പോൾ വരണ്ട, എനിക്കിവിടെ പണിയുണ്ടെന്ന്. അപ്പോൾ അവർ അത് തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് വിഷമാവും. പക്ഷേ എൻ്റെ ജോലി ഇതാണെന്ന് മനസ്സിലാക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല എൻ്റെ ജോലി. എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് 24/7 + 365 ഡേയ്സ് എനിക്ക് ജോലിയാണ്. എനിക്ക് ജോലിയില്ലാത്ത ദിവസമില്ല. ഇപ്പം ഞാൻ ഡെയിലി വ്ളോഗ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഞങ്ങൾക്ക് വീട് പണിയും കൂടി ഉണ്ട്. കാരണം ട്രീറ്റ്മെൻറ്റ് കൂടാണ്ട് വീട് പണി നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം ഓൾറൗണ്ടായിട്ട് ചെയ്യണ്ടേ? അതിനുള്ള പൈസ വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഓടി നടക്കുന്നത്. ഞാൻ
ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസം മാസങ്ങളല്ല വർഷങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എല്ലാ സ്ത്രീകളും ഉറങ്ങുന്ന പോലെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ഒരു മയക്കം, അല്ലെങ്കിൽ രാവിലെ മക്കളെ സ്കൂളിൽ പറഞ്ഞിട്ട് ഒരു ഉറക്കം, അല്ലെങ്കിൽ രാത്രി നേരം 10 മണിക്ക് ഒരു ഉറക്കം, അങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പം ഭയങ്കര ക്ഷീണമായിട്ട് തലവേദന ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ എനിക്കന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ രാവിലെ ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. രാവിലെ ഒരു സുബഹിക്ക് മുമ്പ് എണീക്കാൻ വിചാരിച്ചോളൂ. 5 മണി ടു എണീക്കുക. സപ്പോസ് ഞാനിപ്പോൾ നിസ്കാരം കാര്യങ്ങളും എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് പറയണം. സുബഹിക്ക് മുമ്പ് എണീക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ചൊരു 10-15 മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അലാം വെച്ചിട്ട് ഒന്ന് കിടക്കും. വേഗം തന്നെ എണീക്കും. എന്താ വെച്ചാൽ മക്കളെ പറഞ്ഞേക്കണം. റീനും റോസും 8 മണിക്ക് പോവും. മക്കളെ എണീപ്പിക്കണം. അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്കൂളിലേക്കും കൊടുത്തയക്കണം. ഓക്കെ. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം റീനു റോസ് സ്കൂളിലേക്ക് പോയി 8 മണിക്ക് പോകുന്നു. അവർ പോയ പാടന്നെ റൂഹിനെ എണീപ്പിക്കണം. റൂഹിക്ക് അടുത്തത് പോകാനുണ്ട് 9 മണിക്ക്. അപ്പോൾ അവളെ നേരത്തെ എണീപ്പിച്ചാൽ അവൾക്ക് കുളിക്കലും അവൾക്ക് ഭക്ഷണം കൊടുക്കലും അവളെ ടിഫിൻ റെഡിയാക്കലും ഒക്കെ. ചില ദിവസങ്ങളിൽ അവളെ കൂടെ ഞാനും പോകും. കാരണം ഇക്കാക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ചില സമയത്ത് കീമോൻ്റെ സമയത്ത് അവളെ കൊണ്ടാക്കാൻ ഞാൻ പോകേണ്ടി വരും. അപ്പോൾ ഞാനും ഇക്കയും കൂടിയാണ് പോവുക. അപ്പോൾ ഞാൻ ഈ ബാഗും വെച്ചിട്ട് അവളെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുന്നത് ഒരു 10-10:15 ആ സമയത്തായിരിക്കും വീട്ടിലെത്തുന്നത്, സ്കൂളാക്കി വരുമ്പോൾ. പിന്നെ നമുക്കിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളില്ലേ, അത് ക്ലീനിങ് കാര്യങ്ങൾ, അത് കൂടാണ്ട് പാത്രം കഴുകാനുണ്ടാവും, പിന്നെ അലക്കാനുണ്ടാവും, പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാനുണ്ടാവും, പിന്നെ വീഡിയോ എഡിറ്റിങ്. അത് അറിയോ എന്നറിയില്ല, വീഡിയോ എഡിറ്റിങ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു എങ്ങനെയാലും 2-3 മണിക്കൂർ വോയിസ് ഓവർ കൊടുത്തിട്ടാണെങ്കിൽ 2-3 മണിക്കൂർ എന്തായാലും വരും. അപ്പോൾ 10 to ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ 10:15 ഇവിടെ എത്തിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല കേട്ടോ അവിടെ. അപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ 2-3 മണിക്കൂർ. അപ്പോൾ 1 മണിയായോ, നിസ്കാര സമയമായോ, നിസ്കരിക്കണ്ടേ, കുളിച്ചോ ഇല്ല, പിന്നെ ക്ലീൻ ആക്കിയോ ഇല്ല, ഭക്ഷണം ഉണ്ടാക്കിയോ, ഫുഡ് ഉണ്ടാക്കിയോ ഇല്ല, ഒന്നാലോചിച്ച് നോക്കൂ. അപ്പം ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചിലപ്പോൾ 1:30 ആകുമ്പോഴായിരിക്കും വീഡിയോ സെറ്റ് ആവുക അപ്ലോഡിങ്ങിന്. എന്നിട്ട് പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡിങ്ങിനുള്ള റെഡിയാക്കുന്നുള്ളൂ. വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇതുവരേക്കും. രാവിലെ മുതൽ ഇതുവരേക്കും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഇതൊക്കെ അപ്ലോഡിങ്ങിനുള്ള അന്നത്തെ വീഡിയോ പോസ്റ്റിങ്ങുള്ള സമയമാണ്. അപ്പോൾ 1:30 സമയത്ത് നിസ്കാരം കഴിഞ്ഞ് എന്നിട്ട് ഫുഡ് റെഡിയാക്കണം. ചോറ് എന്നും രാവിലെ ഉണ്ടാക്കാറൊന്നുമില്ല എത്ര ചില ദിവസം. പക്ഷേ മക്കൾക്ക് ഉണ്ടാക്കുന്നൊന്നും ഇക്ക കഴിക്കാറില്ല. ചില ദിവസങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കും എന്നുള്ളൂ. ഡെയിലി ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ടാവില്ല, മീൻ കൊടുത്തിട്ടുണ്ടാവും, മീൻ മുറിക്കാനുണ്ടാവും. അപ്പോൾ ചോറൊക്കെ റെഡിയായി വരുമ്പോഴത്തേന് 2:30 ചിലപ്പം മോളെ 2:40 റൂഹിനെ സ്കൂളിൽ വിടുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോറൊക്കെ റെഡിയായി ചോറ് ഇങ്ങനെ വാലിട്ടിട്ട് മുണങ്ങി വിട്ടിട്ടായിരിക്കും റൂഹിനെ വിളിക്കാൻ പോകുന്നത്. കാരണം റൂഹിനെ അതും ഈ പറഞ്ഞ പോലെ ഇക്ക ഒറ്റയ്ക്ക് പോകാറില്ല. ഇപ്പം ഞാൻ ചില ദിവസങ്ങൾ മാത്രം, ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം മാത്രമേ ഇക്ക പോകുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ തന്നെ റൂഹിനെ വിളിക്കാൻ പോകല്. ഞാനും ഇക്കയും കൂടി തന്നെ പോവാം. അങ്ങനെ റൂഹിനെ 2:40 വിളിച്ച് ഇവിടെ വന്ന് ഇപ്പം ഞങ്ങൾ ജിമ്മിനും കൂടി പോകുന്നതുകൊണ്ട് ഭയങ്കര ഇടങ്ങാണ്. അപ്പോഴും നമ്മൾ വീട് വൃത്തിയാക്കിയിട്ടില്ല. എൻ്റെ കുളി നനയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നോക്കണം നിങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വരുവാണെങ്കിൽ കഴിഞ്ഞു. ആരോട് സംസാരിക്കണം നേരമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അതും കഴിഞ്ഞു. ഓക്കെ. ജിമ്മിന് 2 മണിക്കൂറാണ്. അതിന് ഇടയ്ക്ക് അസ്ർ നിസ്കാരമുണ്ട്. പിന്നെ നമുക്ക് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ, കുറേ പണികളില്ലേ, അതൊക്കെ ചെയ്യണ്ടേ. പിന്നെ മക്കൾ, അപ്പോൾ തന്നെ അടുത്ത മക്കൾ വരാനുള്ള സമയമായി. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊരു വീട്ടിലെ പണികൾ. എന്നിട്ട് പിന്നെ ജിമ്മിന് പോയി വരുന്നത് മഗ്‌രിബിൻ്റെ സമയത്താണ്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ വീട്ടിലെത്തൽ. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴും വീട് വൃത്തിയാക്കിയിട്ടില്ല. മനസ്സിലായോ? വീട് വൃത്തിയാക്കാൻ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തണം. പിന്നെ കുളിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ കാലത്ത് തന്നെ രാവിലെ തന്നെ ഇരുന്ന് കുളിക്കും. അങ്ങനെ ഓരോ പണികളാണ്. പിന്നെ എവിടെ എനിക്ക് സമയം. പിന്നെ ഡിന്നർ ഉണ്ടാക്കി ഞാനൊന്ന് ശ്വാസം വിടാനുള്ള സമയം ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ജിമ്മിന് പോകണമെന്നായിരിക്കും. ജിമ്മിന് പോകുന്നത് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് തുടങ്ങുന്നതുകൊണ്ട്, ഡയബറ്റിക് ആവാനുള്ളൊരു ചാൻസൊക്കെ വന്നതുകൊണ്ട് ഞാനൊന്ന് വേഗം ചേർന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മാറ്റങ്ങളും വന്നു. അതുകൊണ്ട് ജിമ്മിന് പോകുന്നു. നമ്മളെ ഹെൽത്തും കൂടി നമ്മൾ നോക്കണമല്ലോ. പിന്നെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ നോക്കാനുള്ള നേരം കിട്ടുന്നില്ല. ആകെ ജിമ്മിന് പോകുന്ന സമയമാണ് എന്നെ നോക്കാനുള്ള നേരം എനിക്ക് കിട്ടുന്നത്. ഞാൻ ചിലപ്പോൾ ഒന്ന് ജിമ്മിന് പോകുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനാണെങ്കിലും ചിലപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ ഒന്ന് മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയമായിട്ടും കൂടി ഞാനത് എടുക്കുന്നുണ്ട്. ആ ഒരു 2 മണിക്കൂർ. അപ്പോഴേക്കും റൂഹി അവിടെ വന്ന് ഞങ്ങൾ വരുമ്പോഴത്തേക്കും റൂഹി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അവൾക്ക് ഫുഡ് കൊടുക്കുക, അവളെ മാറ്റി കൊടുക്കുക, അങ്ങനെ ഓരോ പണികളായിട്ട്
രാത്രി ആവോളം ഇതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലൊന്ന് പോയി വരികയാണെങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതാണ് എൻ്റെ സിറ്റുവേഷൻ. ഇത് ഡെയിലി ഇങ്ങനെ തന്നെയാണ്. അതിനിടയ്ക്ക് നിങ്ങളൊന്ന് പറയൂ, ഞാൻ എപ്പോഴാണ് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മടി കാണിക്കുന്നത്? ഇതിലെവിടെയാണ് മടി കാണിക്കുന്നത്? ഇത്രയും തിരക്കിലാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ ഞാനിതൊന്നും പറയുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ചിരിച്ച് കളിച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു. അതാണ് ശരിക്കും ഞാൻ ഉറങ്ങണം, എൻ്റെ ബോഡി ടയേർഡായ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഞാൻ അത്രയും ക്ഷീണിച്ച് കിടക്കണം എന്ന് വിചാരിച്ചാൽ അല്ലാ എൻ്റെ വീഡിയോ വൈകുന്നേരം വേറൊരു പണിയും കൂടി ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാനുണ്ടാവും വൈകുന്നേരം, അതിനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടാവും. അത് പിന്നെ ഒരു ഹറിബറിയിൽ അങ്ങനെ ഓടി ചാടി ആ ജിമ്മിന് കഴിഞ്ഞ് വന്ന് പാട് ഡിന്നർ റെഡിയാക്കലും അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റ് റെഡിയാക്കലും ഇതൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ പ്രൊമോഷൻ വീഡിയോസാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പം അവർക്ക് ഇന്ന സമയത്ത് ഓരോ ദിവസം ഓരോ പോസ്റ്റ് ഉണ്ടാവും. ചില ദിവസം ഞാൻ പറയാറാണ്, സോറി ഇന്ന് എനിക്ക് പറ്റുന്നില്ല, ഞാൻ നെക്സ്റ്റ് ഡേ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടാണ് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളും. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ ഇങ്ങനെ എത്ര പേരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇക്കാക്ക് എന്താ പറയുക, ഒരു ഞാൻ കാണിക്കാറില്ല വീഡിയോയിൽ, അതുകൊണ്ട് ഇപ്പോൾ എനിക്കത് പറയാൻ താല്പര്യമില്ല. വയ്യായികൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഇതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഞാൻ മടി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒരു ദേഷ്യമൊക്കെ വരും കേട്ടോ. വരാണ്ടിരിക്കാൻ പറ്റുമോ? കാരണം മടി പിടിച്ചിരിക്കാനുള്ള ആ ഒരു സമയം പോലും എനിക്കില്ല. അതാണ് സത്യം. അപ്പം നജ്മ കുനിയിൽ അവർക്ക് കറക്റ്റ് റിപ്ലൈ കിട്ടിയല്ലോ. ഇനി ദയവായിട്ട് ഇങ്ങനെ ആരോടും പറയരുത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കമൻറ്റാണ് ഇത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പം നജ്മ ആലോചിക്കുക, അത് നിങ്ങളും റബ്ബും കൂടി ആയിക്കോളൂ. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. ഭയങ്കര ഒരു മോശം കമൻ്റായിപ്പോയി കേട്ടോ അത്. അടുത്തത് സഫ്രീന മൻസൂർ അലി, കാർപോർച്ച് വീടിൻ്റെ ഭംഗി പോക്കി, വീട് കാണുന്നില്ല, 61 ലൈക്ക് ഉണ്ട്, കുഴപ്പമില്ല. നച്ചൂസ് ഫുഡ് മാജിക്, മടി അവർ തലേന്നൊക്കെ ഇങ്ങനെ വേർത്തൊലിക്കുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൈ ഓൺ വേ ഫാലി 8794, നല്ലൊരു മെസ്സേജ് ആയിരുന്നു കേട്ടത്. ഇത്ത പോർച്ച് ബോറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഇത്താത്തൻ്റെ വീട്ടിലും ഇതുപോലെ ഫ്രണ്ടിൽ ആണ് പോർച്ച്, അപ്പുറത്തെ സൈഡിൽ ഊഞ്ഞാൽ വെച്ച് സെറ്റാക്കിയാലും ഭംഗിയുണ്ടാവും. നല്ലൊരു കമൻറ്റാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്ക് സൈഡിൽ ഊഞ്ഞാലൊക്കെ വെച്ച് അങ്ങനെ ഒരു ഫാമിലി ലിവിങ് ആയിട്ടാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സന്തോഷം, പടച്ചവങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ, ആമീൻ. ഷബ്ന തസ്നീം, ഇതുപോലുള്ള കൊളോണിയൽ ഹൗസിന് സെപ്പറേറ്റ് പോർച്ച് ഇതുപോലെ കൊടുക്കാറുണ്ട്. അത് അറിയാത്തവരാകും പലതും പറയുന്നത്. ശരിയാണ്. അതിൻ്റെ ആ ഡിസൈൻ എന്താണെന്നുള്ള അറിയില്ല. പിന്നെ നമ്മുടെ ആർക്കിടെക്റ്റ് ഉണ്ടല്ലോ, ആൾ ഭയങ്കര ഉഷാറാണ്. ആളുടെ ഒരുപാട് മാഗസീനിലൊക്കെ വന്ന ആളാണ് ഷെഫീഖ്. കോബാക്ക് സ്റ്റുഡിയോ എന്നാണ് പേര്. മാഗസീനൊക്കെ എൻ്റെ അടുത്തുണ്ടായി. ഞാൻ അന്ന് വീഡിയോ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ മാഗസീനിലൊക്കെ വന്നിട്ട് അവർ ചെയ്ത വീടിൻ്റെ ഒക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആർക്കിടെക്റ്റാണ്. മഞ്ചേരിയിലാണ് കോബാക്ക് സ്റ്റുഡിയോ. അപ്പം അവർക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കൊടുക്കേണ്ട, വീഡിയോ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി വല്ലാണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ആർക്കിടെക്റ്റിനെ ഇതിൽ ഒരു പരാമർശമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് അത് ഞാനിപ്പോൾ പറയുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇനി ഇതിൻ്റെ താഴെയുള്ള വേറെ കമൻറ്റ്സ് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, ഒന്നും വിചാരിക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ വീട് പണി കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല നമ്മളെ വീട് ഇങ്ങനെ ഫുള്ള് ഓരോ റൂംസും ഹോം ടൂർ ചെയ്യുന്നില്ലേ. ഹോം ടൂർ ഞാൻ ചെയ്യുന്നുണ്ടാവും ഇൻഷാ അല്ലാഹ്, അത് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ പ്രൈവസി, ഞങ്ങളുടെ പേഴ്സണൽ സ്പേസ് അതൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന താല്പര്യമില്ല. വീട് കാണിക്കും, പക്ഷേ ഡീറ്റെയിൽഡായിട്ട് ഓരോ റൂമിൻ്റെ ഡോറും തുറന്ന് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അത് വേറെ ആൾക്കും ഞാൻ വീഡിയോ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അതിന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ അങ്ങനെ വീട് ഭയങ്കരമായിട്ട് അറിയാലോ. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നെഗറ്റീവ്സ് നമുക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ ഓക്കെ, എനിക്ക് ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനും വീട്ടുകാർക്കും ഒന്നും ചിലപ്പോൾ അതിൽ വരുന്ന നെഗറ്റീവ്സ് ആണ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ വേറെ ആൾക്ക് വീട് ചെയ്യാൻ കൊടുത്തെന്ന് വിചാരിച്ചോളൂ. വേറെ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ വേറെ ഇപ്പം
ഏതെങ്കിലും ചാനൽസിനോ അവർ ഇതുപോലെ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പബ്ലിസിറ്റിയാണ്, ഞങ്ങളുടെ വീടാണ് ഫേമസ് ആവുന്നത്, അത് ത്രൂ ഞാനും ഫേമസ് ആവും. പക്ഷേ ആ ഫേമസ് എനിക്ക് ഇഷ്ടമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താഴെ എൻ്റെ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ്സ് എനിക്ക് നോക്കാം, എനിക്ക് ഡിലീറ്റ് ചെയ്യാം, ഇഷ്ടമില്ലാത്ത കമൻറ്റ്സിന് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ആ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റ്സ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എപ്പോഴും നോക്കണമെന്നില്ല. അപ്പോൾ എന്തായാലും നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളെന്തിനാണ് വെറുതെ പുറത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് വരുത്തിക്കണത്? അപ്പോൾ എനിക്കതിൽ താല്പര്യമില്ല. ഈവൻ ഒരുപാട് ഇൻ്റർവ്യൂസിന് എന്നെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് വലിയ വലിയ ചാനൽസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി, മഴവിൽ മനോരമ, ഇതിനൊക്കെ ഒരുപാട് അതുപോലെ മീഡിയ വണ്ണ്, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇപ്പം അതുപോലെ ജോഷ് ടോക്സ് കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും ഒക്കെ, ഞാൻ പോയിട്ടില്ല. പോവാത്തതിൻ്റെ റീസൺ ഇതുതന്നെയാണ്. ഞാൻ ഫേമസ് ആവും ശരിയാണ്, പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പം എനിക്ക് അത് എഡിറ്റ് ചെയ്യുമ്പം അതിൽ ഇഷ്ടമില്ലാത്ത പാർട്ടുണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാം, സങ്കടപ്പെടുന്ന പാർട്ടുണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാം. പക്ഷെ അതിലൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത, നമ്മൾ സങ്കടപ്പെടുന്ന ആ ഒരു ഭാഗം മാത്രമായിരിക്കും ഹൈലൈറ്റ് ചെയ്തിട്ട് ഫേമസ് ആവുക. അപ്പോൾ അതിൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ വിഷമങ്ങൾ അങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ. പിന്നെ റിസ്വാന, വീടിൻ്റെ മുന്നിൽ കാർപോർച്ച് വരുന്നത് ആദ്യമായിട്ടല്ല, നാട്ടുകാരുടെ കൺകുളിർമയ്ക്കല്ലല്ലോ ആരും വീട് വെക്കുന്നത്, അവരുടെ സൗകര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മുൻഗണന നൽകിയല്ലേ. അത് ഇഷ്ടപ്പെട്ടില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരോട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾ ഇതുപോലെ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ഇഷ്ടമല്ലേ പ്രധാനം. പാലുകാച്ചലൊക്കെ കഴിഞ്ഞ് ഹോം ടൂർ വീഡിയോ വേണം കേട്ടോ. 24 likes ഉണ്ട്. ഒരുപാട് സന്തോഷം റിസ്വാന, ഒരുപാട് സന്തോഷമായി. എന്താ പറയുക, ഞാൻ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ തന്നെയാണ് ഇതിലുള്ളത്. താങ്ക് യു സോ മച്ച്. തിരിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് പഠിച്ചോ ഹയർ നൽകട്ടെ, ആമീൻ. പിന്നെ ഔട്ട്ഡോർ മല്ലൂസ്, അവരെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ വീട് നിങ്ങളെ പോർച്ച്, നന്നായാലും മോശമായാലും നിങ്ങൾക്ക് തന്നെ. എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ശരിയാണ്, നന്നായാലും മോശമായാലും ഞങ്ങൾക്ക് തന്നെ, പക്ഷേ ഞങ്ങൾക്ക് മോശമാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ. സഫ്രീന അഷ്റഫ്, ഇതാണ് കമൻറ്റ്. സഫ്രീന അഷ്റഫ് 3333. ഇത്ര സിമ്പിളായ ആയിഷക്ക് എന്താ വീട് പണി ഇത്ര ആർഭാടം? മനസ്സിലാവുന്നില്ല. ക്വൈറ്റ് കാം പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്താണ് ഞാൻ പറയേണ്ടത്? അതായത് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇപ്പം എൻ്റെ വ്യൂവേഴ്സാണ്. സന്തോഷമുണ്ട്, പക്ഷേ ഞാൻ ക്വൈറ്റാണ്, കാമാണ്, പേഷ്യൻസ് ഉള്ളതാണ്. അത് വീഡിയോയിൽ മാത്രമാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ നേച്ചർ ഇങ്ങനെയല്ല. ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ നേച്ചർ ഇങ്ങനെ ആയതാണ്. ഞാൻ ഭയങ്കര കലപില സംസാരിക്കുന്നതാണ്, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, ഭയങ്കര എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഭയങ്കര ഒരു ലൈഫാണ് ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കല്യാണത്തിന് ശേഷം ഞാൻ എങ്ങനെ പതിയെ മാറി ഇപ്പോൾ ഇങ്ങനെയായി. യൂട്യൂബും കൂടി ആയപ്പോഴും ഭയങ്കരമായിട്ട് നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കുറച്ചൊക്കെ വിചാരിക്കാറുണ്ട് ഞാൻ, നാട്ടുകാരെന്ത് വിചാരിക്കുന്നു. കാരണം എൻ്റെ ഫാമിലിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ വീട്ടുകാർക്കും ഇക്കാൻ്റെ വീട്ടുകാർക്കും ഞാൻ കാരണം മോശം വരുത്തരുത്. അതുകൊണ്ട് ഞാൻ എല്ലാ രീതിയിലും ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ സിമ്പിളായ ആയിഷക്ക് ഞാൻ സിമ്പിളല്ല, പക്ഷെ സിമ്പിളായതാണ്. ഞാൻ ജന്മനാ സിമ്പിളല്ലായിരുന്നു. 20 വർഷത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത ആളാണ്. ഇപ്പോഴും ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ രീതിയിലാണെന്നുള്ളൂ. അൽഹംദുലില്ലാ, മാറ്റങ്ങൾ നല്ലതാണ്. ഈ മാറ്റങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാറിയത് തന്നെയാണ്. പിന്നെ എന്താ പറയുക, വീട് പണിക്ക് ഇത്ര ആർഭാടം എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ വീട് ഒന്നല്ലേ ഉണ്ടാക്കുള്ളൂ, നമ്മളെ ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ആർഭാടം കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ, എൻ്റെ ഹസ്ബൻഡ് അധ്വാനിച്ച് ഉണ്ടാക്കിയ, ഞങ്ങൾ 2 പേരും കൂടി ആക്കിയ പൈസ കൊണ്ടാണ് ആർഭാടം കാണിക്കുന്നത്. അതിൽ ഒരു പങ്ക് ഞങ്ങൾ ദാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ദാനങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല. ഒരുപാട് പേർക്ക് നല്ല നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിലൊരു പങ്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്യുന്നു. എൻ്റെ മക്കൾക്കും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? മക്കൾ പിന്നീട് പറയരുതല്ലോ ഇത്രയും ഉണ്ടായിട്ട് നിങ്ങൾ ചെറിയ വീട് ഞങ്ങൾക്ക് വെച്ചെന്നൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങളുടെ സൗകര്യം, ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടാണ്ട്
ഹസ്ബൻഡിൻ്റെ ഉമ്മയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഒരു റൂം വേണ്ടേ. പിന്നെ മക്കൾ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് റൂമില്ലാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്കത് താല്പര്യമില്ല. എൻ്റെ മക്കൾക്ക് എപ്പോഴും ഓരോരുത്തർക്കും ഓരോ റൂമുണ്ട്. അത് ഞങ്ങൾ ഓരോ റൂമും ഓരോരുത്തർക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ളത്. എനിക്കും ഹസ്ബൻഡിനൊരു റൂം, ഇക്കാൻ്റെ ഉമ്മാക്കൊരു റൂം, എൻ്റെ 3 മക്കൾക്ക് റൂം. അങ്ങനെ 5 റൂമാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഗസ്റ്റ് റൂം ഒന്നുമില്ല, എല്ലാവർക്കും ഓരോ റൂം അങ്ങനെ. അപ്പോൾ അത് വേണ്ടേ. പിന്നെ പെൺകുട്ടികളാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതലും വലുപ്പം വേണ്ടത്. കുട്ടികളെ കല്യാണം, അവരുടെ മക്കൾ, പേരക്കുട്ടികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തായാലും ആൾക്കാരുണ്ടാവും. ചിലർ പറയും വീട്ടിൽ ആളുണ്ടാവില്ല, ഇപ്പോൾ എല്ലാവരും ഒറ്റയ്ക്കാണ്. അത് എല്ലാവരും കേസ് അങ്ങനെയല്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതൊന്നും നമുക്ക് ഇഷ്യൂ അല്ല. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് വീടുണ്ടാക്കണ്ടേ. ഞങ്ങളുടെ സൗകര്യം ഇതാണ്. ആർഭാടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു സൗകര്യം ആവശ്യമുണ്ട്. ഇത് ഞങ്ങളുടെ ആവശ്യമാണ്, ആർഭാടമല്ല. ഈ ഒരു ചോദ്യം നല്ല തമാശയുള്ള ചോദ്യമാണ്. തസ്നീമ PK, ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, റോഡ് നേരെ കാണുന്നുണ്ട്. ആ റോഡിൽ നിന്ന് ഒരു മറവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാർപോർച്ച് അവിടെ വെച്ചതെന്ന് കേട്ടോ. വീഡിയോ എല്ലാവരും കാണുന്നല്ലോ, പിന്നെന്താ റോഡിൽ പോകുന്നവർക്ക് കാണാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത്. വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. വീഡിയോയിൽ ഞാൻ ഇങ്ങനെയാണ്, മീൻസ് ഫുൾ കവേർഡാണ്. എൻ്റെ അവൃത്ത് മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം ഞാൻ കവേർഡായിട്ടാണ് നടക്കുന്നത് അല്ലേ. ഞാൻ ലൂസായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നത് സ്ലീവ്ലെസ് ഷർട്ട്, പാൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളുള്ള സമയത്ത് എനിക്ക് അങ്ങനെയല്ല ഇടാൻ പറ്റും. എനിക്ക് അങ്ങനെ ഇട്ടൂടെ. ഇപ്പം ഇക്കാനുമ്മന് ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളെ വീട്ടിലെല്ലാവരും ഞാൻ അങ്ങനെ മീൻസ് ഫുൾ സ്ലീവ് ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല നടക്കുന്നത്. അപ്പോൾ അതേപോലെ റോട്ടിലുള്ളവർക്ക് കാണുന്ന രീതിയിലാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഈ അബായും മഫ്റ്റൊക്കെ ഇട്ടിട്ട് നടക്കണ്ടേ. എനിക്കങ്ങനെ ഫുൾ കവേർഡ്, എനിക്ക് ഞങ്ങൾ ഒഴികെ ബാക്കി ആരും അങ്ങനെ എന്നെ കാണുന്നത് ഇഷ്ടമില്ല. അപ്പോൾ എൻ്റെ മക്കൾക്കാണെങ്കിലും റീനുവൊക്കെ ആണെങ്കിലും റീനു ഫുൾ കവേർഡായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രൈവസി വേണ്ടേ. ആ പ്രൈവസിയാണ് ഞങ്ങളുടെ കാർ പോസ്റ്റ്. അപ്പം റോഡിലൂടെ പോകുന്നവർക്ക് നേരെ ഞങ്ങളെ വീട്ടിലോട്ട് കാണണ്ട എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്, ഞങ്ങളുടെ പ്രൈവസിക്കായിട്ട്. ചില ആൾക്കാർക്ക് ചിലപ്പം അങ്ങനെ എല്ലാം നമ്മൾ കാണണം എന്നുള്ള രീതിയിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നത്. യൂട്യൂബിലൂടെ എന്നെ കാണുന്നത് ഈ കോലത്തിലാണ്, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കോലത്തിലല്ല നിൽക്കുന്നുണ്ടാവുക. അതും കൂടി മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഈ മെസ്സേജ് അയക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ നിങ്ങളുടെ ചിന്താഗതി മാറ്റണം. എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം നെഗറ്റീവ്സ് പറഞ്ഞ് കുറച്ചുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആർക്കും വിഷമമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം പറയുന്നില്ല, അതിനുള്ള കമൻസിന് റിപ്ലൈ ആയിട്ട് പറയുന്നതാണ്. ബദ്രുദ്ദീൻ MMDA, മാഷാല്ലാ, നിങ്ങളുടെ വീടാണ്, നിങ്ങളല്ലേ താമസിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടം നോക്കിയാൽ മതി, മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കണ്ട. ശരിയാണ്. താങ്ക് യു സോ മച്ച്. സന്തോഷം. 10 ലൈക്ക് ഉണ്ടതിന്. സൗദ അഷ്റഫ്, ഈ സൗദ അഷ്റഫ് ഉണ്ടല്ലോ, എപ്പോഴും ഞാൻ കാണുന്ന ഇതാണ്. എന്ന് കമൻ്റ് ഇടും കേട്ടോ, പക്ഷെ കമൻ്റ് ഇടുന്നതൊക്കെ മോശം കമൻ്റ് ആയിരിക്കും. മോശം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പേര്. ഞാൻ ആളെ ഹൈഡാക്കി വെച്ചിട്ടില്ല, ഇനി ഹൈഡാക്കി വെക്കണം എന്ന് തോന്നുന്നു. എന്നാലും അവർക്ക് വേറെ അക്കൗണ്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ആളെപ്പോഴും നെഗറ്റീവേ സംസാരിക്കുകയുള്ളൂ. എന്ത് കാര്യം, നല്ല കാര്യം നമ്മൾ ചെയ്താലും അതിൻ്റെ ഒരു നെഗറ്റീവ് കണ്ടെത്തും. എന്തായാലും പേരതാവില്ല. സൗദ അഷ്റഫിൻ്റെ ഒരു ഗുമ്മുമില്ല, വീടിൻ്റെ കാഴ്ച പോയി, ആരും ചെയ്യാത്ത പണി. 18 ലൈക്ക്. താങ്ക് യു. എന്തായാലും നിങ്ങളെ കണ്ണ് നമുക്ക് തട്ടൂലല്ലോ, അത്രയേ ഉള്ളൂ. എല്ലാവരും ഇപ്പം എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആ വീടിൻ്റെ കാർ പോസ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് അതൊക്കെ വന്നിട്ടുള്ളത്. എന്നാലും സൗദ അഷ്റഫ് എന്നുള്ള പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുമ്പേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കുറേ കമൻറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഹൈഡാക്കിയില്ല. എനിക്ക് വേണമെങ്കിൽ അവരെ ഹൈഡാക്കി വിടാം, വീണ്ടും കമൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കമൻറ്റ് ചെയ്തോട്ടെ, കാരണം അവർ കമൻറ്റ് ചെയ്യുമ്പം എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക, റീച്ച് കൂടും. ആ എഴുതാനുള്ള സമയം എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ അങ്ങനെ കൂടി ചിന്തിക്കണമല്ലോ. അപ്പം എന്തെങ്കിലും ഉപകാരം എനിക്കുണ്ടാവട്ടെ, നിങ്ങൾക്കൊരു സന്തോഷമാവുണ്ടെങ്കിൽ എനിക്കും സന്തോഷമാവട്ടെ. പിന്നെ ലബീബ് അക്മി, ആയിഷ വീട് സൂപ്പറാണ്, താങ്ക് യു. മിസ്രിയ ലത്തീഫ്, ഇക്കയാണോ വീഡിയോ എഡിറ്റഡ് കാണുമ്പോൾ തോന്നുന്നു. അല്ലാ, വീഡിയോ എടുത്ത് തരും. എടുത്തതെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. വീഡിയോ എടുത്തു തരും ചിലപ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറന്നു പോണത്. ആ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ, ഇങ്ങനെ മേലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നല്ല ഫോക്കസ് ചെയ്യുന്നത്, ഇക്കനെ വീഡിയോ എടുത്തത്. എഡിറ്റ് ഇക്കല്ല, ഇക്ക പഠിക്കേ നിന്നിട്ടില്ല ഇതുവരെയായിട്ട്.
പിന്നെ ഇഷ ടെക്സ്, ആരും അഭിപ്രായം പറയരുത്, അവരുടെ വീട് അവരുടെ ഇഷ്ടം. ഓക്കെ, 16 ലൈക്ക് ഉണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ മോളുട്ടി, മുമ്പിൽ പോർച്ച് മഹാബോറ്. ഫൈഹാൻ, ചെയ്തു വരുമ്പോൾ ഭംഗിയുണ്ടാവും. താങ്ക് യു സോ മച്ച്. 3 ലൈക്ക് ഉണ്ട്. പിന്നെ റാബിയ റഷീദ് മാഷാ, അടിപൊളി വീട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് അവിടെ വെക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാർ പോർച്ചിൻ്റെ സ്ഥലത്തായിരുന്നു നമ്മുടെ തറവാട്. കാർ പോർച്ചും അതിൻ്റെ കൂടെ റൂമും കൂടി ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു തറവാട്. അപ്പോൾ തറവാട് എന്ന് പറഞ്ഞത് ഇക്കാൻ്റെ ഏജ് ഉണ്ട്. ഇക്കാക്ക് 47 വയസ്സായി. 47-48 ഏജാണ് ആ ഒരു വീടിനുള്ളത്. അന്നത്തെ കാലത്തെ റൂമാണ് ഇക്കാൻ്റെ ഉപ്പാൻ്റെ റൂമാണ് ഇപ്പം അവിടെ പൊളിച്ച് പണിഞ്ഞ് പുതിയ റൂമാക്കിയത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കാനും ഉമ്മാൻ്റെയും റൂമിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ നമ്മൾ റൂം വെക്കുന്നത്. അത് ഇക്കാനും ഉമ്മാൻ്റെ റൂം എന്നുള്ള രീതിയിൽ ആ ഒരു സ്പേസിലാണ് അത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെക്കാന്നുള്ള രീതിയിലാണ്. കാരണം പറ്റ പൊളിച്ച് കളയുമ്പോൾ പിന്നെ അവിടെ ആയിരുന്നു തറവാട് വീട് നമുക്ക് ജസ്റ്റ് മുറ്റത്ത് ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ റൂമിൻ്റെ സ്പേസിൽ റൂം ആക്കിയിട്ടുണ്ട് അങ്ങനെ. അപ്പം നുച്ചി സുഹൈൽ പറഞ്ഞിട്ടുള്ളത്, ആ റൂം പൊളിക്കാണ്ട് നിന്നാൽ പോരേനെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ പൊളിക്കാണ്ട് വെക്കുക? അത്രയും പഴക്കമുള്ളൊരു വീട്, പുതിയ വീടിൻ്റെ ഫ്രണ്ടിൽ ആ റൂം ഇങ്ങനെ പൊളിക്കാണ്ട് വെക്കുക, അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല. 47 വർഷം പഴക്കമുള്ള റൂം, അതും വീടിന് നമ്മൾ മുറ്റത്താണ്, ആ കാർ പോർച്ചിൻ്റെ സ്ഥലത്താണ് അത് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതൊന്നും ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് കാരണങ്ങളും റീസണൊന്നും പറയണ്ടല്ലോ. ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് ഡിസിഷൻ എടുത്തതാണത്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ കനുമ്മൻ. അതിനപ്പുറം വേറെ ആരോടും ചോദിക്കണ്ടല്ലോ. ആർക്കും ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ മർസു, വിട്ടിത്തരമായി പോയി. താങ്ക് യു. പാത്തൂസ് 1145 ചോദ്യട്ടാ, ഇവൾക്കൊന്നും ഖബറിൽ കിടക്കുന്നത് ഓർമ്മയില്ലേ? അഹങ്കാരം. ഇതിനും നല്ലൊരു മറുപടി എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെപ്പോലെ തരം താവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എനിക്ക് പടച്ചോനെ പേടിയുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റം കൂടി ഞാൻ ഏൽക്കണ്ടേ. അപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, അത് നിങ്ങളും പടച്ചോനും കൂടി ആയിക്കോട്ടെ. ഇത് എനിക്ക് ഫീലായിട്ടുണ്ട് ഈ ഒരു കമൻറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളും പടച്ചോനും കൂടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അഹങ്കാരം ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഖബറിൽ കിടക്കുന്നത് ഓർമ്മ ഉണ്ടോ എന്നുള്ളത് അത് നിങ്ങൾക്കും മനസ്സിലാവും കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഓർമ്മ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു കമൻറ്റ് ഇടാൻ പാടില്ല ഈ ഒരു അവസരത്തിൽ. ഞാൻ അവിടെ വീഡിയോയിൽ വൃത്തിയായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ എൻ്റെ അറിവിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്, ഇസ്ലാമിക രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഞാൻ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതെനിക്കും പഠിച്ചവനക്കും അറിയാം. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോ ഖബറിൽ കിടക്കണം എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ട്. ഇതുമായിട്ട് എന്താ ബന്ധം? വലിയ വീട് വെക്കുന്നതും വലിയ വീട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങളുടെ സൗകര്യത്തിനുള്ള ഞങ്ങളുടെ ഒരു വീടാണിത്. വലിയ വീടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ പാത്തൂസ് ശ്രദ്ധിക്കുക, ഇനി ആരോടും ഇങ്ങനെ പറയാണ്ടിരിക്കുക. നിങ്ങളും പഠിച്ചവനും കൂടി ഇതിനുള്ള മറുപടി കൊടുത്തോളൂ കേട്ടോ. പിന്നെ നുജൂം, അതും എനിക്കിഷ്ടമായില്ല. ഈ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഈ നുജൂം HHH ഇവരുടെ ഈ ഒരു കമൻറ്റോട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. കമൻറ്റ് വായിക്കാം. ആർക്കിടെക്റ്റിനും ഇവർക്കും ഐഡിയ ഇല്ല. ഇപ്പോൾ കാർ പോർച്ചൊക്കെ വെരി സിമ്പിളായിട്ട് സൈഡിലോട്ടാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. പിന്നെ കോൺക്രീറ്റ് ഒക്കെ ഇപ്പോൾ ഔട്ടായി. അതായത് ഒന്നാമത് ഞങ്ങളുടെ ആർക്കിടെക്റ്റ് അത്യാവശ്യം എനിക്ക് ഇത് ശരിക്കും ആർക്കിടെക്റ്റ് കാണുന്നുണ്ടാവില്ല ഈ വീഡിയോ. കാരണം ആർക്കിടെക്റ്റ് നമ്മുടെ വീഡിയോസൊന്നും കാണാറില്ല. ആൾക്കങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടമില്ല. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഫീൽ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് ഫീൽ ആവാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് സംസാരിക്കേണ്ടതിനെ പറ്റിയിട്ട്. ആണ് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ നന്നായിട്ട് മാറ്റിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സ്റ്റീരിയർ വൈസ്. ഞങ്ങൾ തന്നെ പറഞ്ഞത് മൂപ്പർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഉമ്മാൻ്റെ റൂമുണ്ടല്ലോ അതവിടെ വെക്കണം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ കാർ പോർച്ച് സൈഡിലാക്കാൻ പറ്റും. അപ്പോൾ കാർ പോർച്ച് സൈഡിലാക്കി കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ആ റൂം മനസ്സിലായോ? കാർ പോർച്ചിൻ്റെ കൂടെ റൂമുണ്ട്. ആ റൂം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു അമ്പലം പോലെ, അമ്പലത്തിൽ മറ്റേ ഇതുണ്ടാവില്ലേ തറവാടിൽ എന്തോ തറവാട് അമ്പലം അങ്ങനത്തെ ഒന്നുമില്ലേ, എന്താ വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു കുടുംബ അമ്പലമോ
കുടുംബക്ഷേത്രം സോറി അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതേപോലെ ആവും ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അത് സെപ്പറേറ്റ് ഇങ്ങനെ മാറി കിടക്കില്ല, ഒരു വീട് പോലെ റൂം പോലെ ദൂരം അങ്ങനെ മാറി കിടക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് അറ്റാച്ച്ഡ് ആക്കിയിട്ട് മൂപ്പര് നല്ലൊരു ഐഡിയയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഞാൻ ആരും പറഞ്ഞതല്ല, ആ ഐഡിയ ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ട പടം ഇഷ്ടപ്പെട്ടു. അത് നല്ല ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഞാനത് ഷെയർ ചെയ്യില്ല. കാരണം ഫൈനൽ ലുക്ക് നിങ്ങൾ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം പല പല അഭിപ്രായങ്ങൾ വരും അതുകൊണ്ട്. അപ്പോൾ ആർക്കിടെക്റ്റിന് ഇവർക്കും ഐഡിയ ഇല്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇത് ഇത്ര പറഞ്ഞതുള്ളൂ. പക്ഷെ അങ്ങനെ പറയരുത് നിങ്ങൾ. എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും നിലനിൽക്കുന്ന ട്രെൻഡാണ് എനിക്കിഷ്ടം. അതായത് അത് കുറച്ച് പഴഞ്ചനാണെങ്കിലും അത് കുറേ കാലം നിലനിൽക്കുന്ന ട്രെൻഡാണെങ്കിൽ ഞാൻ അതേ ചൂസ് ചെയ്യുള്ളൂ. അപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള മിക്കതും കുറേ ഗ്ലാസിൻ്റെ ഡോറുകൾ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ലുക്കാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ ഞാൻ മാറ്റി. കാരണം ഞങ്ങൾക്ക് 1-2 സ്ഥലത്ത് മാത്രമേ ഗ്ലാസിൻ്റെ ഡോറുള്ളൂ. കാരണം എനിക്ക് ഗ്ലാസിൻ്റെ ഡോറ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും തുടക്കുന്നൊന്നും എനിക്ക് പറ്റില്ല. ആ തുറക്കാൻ പറ്റുന്ന ഡോറൊക്കെ ഉണ്ടല്ലോ ഗ്ലാസിൻ്റെത്, അതൊക്കെ എങ്ങനെ തുടക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ആ ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളൂ. അല്ലാത്തടത്ത് നമ്മൾ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്, ജനൽ തുറന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മളുടെ എന്താ പറയുക മെയിൻ്റനൻസ്, ക്ലീനിങ്ങിന് പറ്റുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അല്ലാണ്ട് ട്രെൻഡിൻ്റെ പുറകെ ഞങ്ങൾ പോയിട്ടില്ല. ട്രെൻഡിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇത് മൊത്തം ഗ്ലാസ് ആയിരിക്കും, വീടിൻ്റെ ചുറ്റിലും ഗ്ലാസ് ആയിരിക്കും. പിന്നെ കോൺക്രീറ്റ് ഇല്ലാണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ വീട് ചെയ്യുന്നുണ്ട്. ശരിക്കും കോൺക്രീറ്റുള്ള വീടിന് ഒരു ഉറപ്പുണ്ടാവും, അത് ആരും ഇല്ലയെന്ന് പറയില്ലല്ലോ. ഇപ്പോഴത്തെ വീടുകൾ പല പല ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനത്തെ റിസ്കിന് പോയിട്ടില്ല. നമ്മൾ വീട്ടിൽ പണ്ട് മുതലേ എങ്ങനെയാണോ വീടുണ്ടാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞതാണ് അങ്ങനെ മതി എന്നുള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും നിലനിൽക്കണം ഞങ്ങളുടെ വീട്, അല്ലാണ്ട് കുറച്ച് കാലത്തേക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന വീടല്ലല്ലോ, കുറേ കാലത്തിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രെൻഡിൻ്റെ പുറകെ പോയിട്ടില്ല കേട്ടോ. അപ്പം നുജൂം HHH മനസ്സിലാക്കുക. ആർക്കിടെക്റ്റിന് അത്യാവശ്യം നല്ല വിവരമുണ്ട്. ആർക്കിടെക്റ്റ് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒരുപാട് മാഗസിൻസിൽ വന്നിട്ടുണ്ട്. മാഗസിൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണാനില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഷെയർ ചെയ്യും. ആ മാഗസിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഹംന അഷ്റഫ്, മൊത്തത്തിൽ മടിയാണല്ലോ. ശരിയാണ്, മടിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. മടിയെന്ന് പറയാനും പോലുള്ള സമയം എനിക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വീഡിയോയിലെ കമൻറ്റ്സ് ആരെയും പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടിക്കണം, വേദനിപ്പിക്കണം എന്ന് വെച്ച് കമൻറ്റ് ചെയ്യണമല്ല, അല്ല പറയുന്നതല്ല. നിങ്ങൾക്കുള്ളൊരു ആ കമൻറ്റിലുള്ളൊരു മറുപടി എന്നുള്ള രീതിയിലാണ്. ചില കമൻറ്റ്സ് എനിക്ക് വിഷമമായിട്ടുണ്ട്, പക്ഷേ ആ വിഷമമൊന്നും എനിക്കൊന്നുമല്ല. കാരണം അതിനേക്കാളും വലിയ വലിയ സംഭവങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയതാണ് ഞാൻ. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ നന്നായിട്ട് ആർക്കറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയുന്നുണ്ടാവില്ല വീഡിയോയിലുള്ളവർക്കൊന്നും. ശരിക്കും ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളാണ്, മറ്റുള്ളവരുടെ മുമ്പിലും ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾക്ക് എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളത് എനിക്കും ഹസ്ബൻഡിനും അറിയുന്നുണ്ടാവും, കൂടി പോയ മക്കൾക്കും അറിയുന്നുണ്ടാവും. അതിനപ്പുറം ആർക്കും അറിയണമെന്നില്ല. എല്ലാവരും നമ്മളങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതിൽ സന്തോഷം, അൽഹംദുലില്ലാ. അങ്ങനെ തന്നെ ആവട്ടെ. എന്നും എൻ്റെ ഈ ചിരി മായാടെ നിൽക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. താങ്ക് യു.